2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് ഫാർമസി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ വർഷം അതായത് KM 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഗവൺമെൻറ് കോളേജും പിന്നെ അതിൽ 1-2 സെൽഫ് ഫിനാൻസിങ് കോളേജും അതുപോലെ അവിടെയൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് ആണ് കൂടുതലും പറയുന്നത്. പിന്നെ SC ST ഈഴവ മുസ്ലിംസ് അങ്ങനത്തെ കോട്ടയുള്ള കുറച്ച് റാങ്ക്സുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. അതൊരു ഗവൺമെൻറ് ടൈപ്പ് കോളേജാണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇതിൽ കൊടുത്തിട്ടില്ല. സോ നമുക്കത് കമ്പയർ ചെയ്യാം. സോ ഈഴവയെ കയറിയിട്ടുള്ളത് 20,809 ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് മെറിറ്റ് ഏകദേശം 15,000 ഒക്കെ ഉണ്ടെങ്കിൽ GC ഇടുക്കിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. മുസ്ലിം കോട്ടയാണെങ്കിൽ 13,000. അപ്പോൾ 13,000 ആണെങ്കിൽ ഏകദേശം ഓക്കെ, എന്തായാലും സ്റ്റേറ്റ് മെറിറ്റ് ഏകദേശം 10,000 ആയിരിക്കും കേട്ടോ. സോ 10,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് നിങ്ങൾക്ക് ഇടുക്കിയിൽ കയറാം. സോ അവിടുത്തെ SC റാങ്ക് വരുന്നത് 52,000 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് റാങ്ക് SCക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കിയിൽ കയറാം. അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം കയറിയുള്ളത് 7,353 ആയിരുന്നു. സോ ആ ഒരു റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഇലക്ട്രിക്കലിന് അവിടെ കയറാം. അടുത്തത് ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക് കോട്ടയമാണ്. അപ്പോൾ RITയിൽ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റ് കയറിയിട്ടുള്ളത് 6,980 ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഏകദേശം ഒരു 7,000 റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RITയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് പഠിക്കാം. ഓക്കെ, അവിടുത്തെ SC വരുന്നത് 36,000 ആണ്. 36,000 ഏകദേശം ആ ഒരു 36-40 റേഞ്ചൊക്കെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RITയിൽ പഠിക്കാം SC ആണെങ്കിൽ. ഓക്കെ, STയും ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് MSc ആണ്. MSc ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. സോ അവിടെ ഗവൺമെൻറ് ഫീസ് തന്നെ ആയിരിക്കും. അവിടെ 6,401 ആയിരുന്നു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് കഴിഞ്ഞ വർഷം കയറേണ്ടത്. ഈ MSc അത്യാവശ്യം നല്ലൊരു കോളേജാണ്. ഇതുവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു കോളേജാണ്. സോ അവിടെ കഴിഞ്ഞ വർഷം ഈഴവയായിരുന്നു ഞങ്ങൾക്ക് കയറിയിട്ടുള്ളത് 7,496 ആയിരുന്നു. മുസ്ലിംസ് ആണെങ്കിൽ 6,952 ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. സോ അവിടുത്തെ SC റാങ്ക് വന്നിട്ടുള്ളത് 39,000 റേഞ്ചാണ്. സോ 39-40 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അടുത്തത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. അതും ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. അവിടെ 7,394 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ്. ഓക്കെ, അടുത്തത് GC പാലക്കാടാണ്. GC പാലക്കാടത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടില്ല. എനിവേ ഈഴവ കാറ്റഗറി ആയിരുന്നെങ്കിൽ എനിക്കൊരു 11,000-ഉം 12,000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. അടുത്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. സോ CET കഴിഞ്ഞാൽ പിന്നെ CET പിന്നെ ഒരു 2-3 കോളേജ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോളേജാണ് തൃശ്ശൂർ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുള്ളത് 3,136 ആണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക്. സോ ഒരു 300 ഒക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷവും ട്രിപ്പിലേക്ക് അവിടെ പഠിക്കാം. പിന്നെ ഈഴവയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറിയിട്ടുള്ളത് 3,673 ആണ്. അപ്പോൾ അത്രയും ടൈറ്റാണ് അവിടുത്തെ കോമ്പറ്റീഷൻ മനസ്സിലായി. സോ അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ് GC തൃശ്ശൂർ വരുന്നുള്ളത്. TKM കൊല്ലം ഈ GC കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു നല്ല കോളേജാണ്. അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് കയറിയ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 4,443 ആണ്. സോ ഈ വർഷം ഏകദേശം ഒരു 4,500 റേഞ്ചൊക്കെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിന് അവിടെ പഠിക്കാം. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലാണ്. ബാട്ടൺ ഹില്ലിൽ അത്യാവശ്യം റാങ്ക് ഉണ്ട്. അതായത് 6,628 റാങ്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതൊരു 7,000 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാട്ടൺ ഹില്ലിൽ ഇലക്ട്രിക്കൽ പഠിക്കാം. ഇനി CET ആണ്. CETയിൽ 1,466 ആണ് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സോ ആ ഒരു റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷവും അവിടെ പഠിക്കാം. സോ CET ദ ബെസ്റ്റ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജാണ്. സോ പിന്നെ അവിടുത്തെ
നിങ്ങൾ ഈഴവ കാറ്റഗറി ആണെങ്കിൽ അവിടെ കഴിഞ്ഞ വർഷം കയറിയുള്ളത് 2295 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സോ ഒരു 2300 2400 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CET-യിൽ ഇലക്ട്രിക്കലിൽ അഡ്മിഷൻ കിട്ടും. ഇനി നിങ്ങൾ മുസ്ലിംസ് കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1758 ആണ് അവിടെ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സോ SC/STക്ക് ഉണ്ട് നോക്കാം. SC ആണെങ്കിൽ 16,000 റേഞ്ചും ST ആണെങ്കിൽ ഒരു 45-46 ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറാം. ഓക്കെ. പിന്നെ GC വയനാടാണ്. GC വയനാടിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇതിൽ കൊടുത്തിട്ടില്ല. എനിവേ അത്യാവശ്യം നല്ലൊരു റാങ്ക് ഉണ്ടെങ്കിൽ അവിടെ കിട്ടും. ഈ GC ഇടുക്കിയും GC കോഴിക്കോടും GC കണ്ണൂരൊക്കെ പോലെ തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു കോളേജാണ്. ഓക്കെ. സോ ഇത്രയും ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ആണ് കേരളത്തിൽ ഉള്ളത്, ഇലക്ട്രിക്കൽ ഉള്ളത്. ആൻഡ് ഇത് കൂടാതെ അത്യാവശ്യം നല്ലൊരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 5149 ആണ് കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. സോ ആ ഒരു റേഞ്ച്, ഒരു 5000-6000 റേഞ്ചിൽ റാങ്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. ഓക്കെ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അത്യാവശ്യം ഫീസ് ഉണ്ട്, എന്നാലും നല്ലൊരു കോളേജ് തന്നെയാണ്. CET-യും തൃശ്ശൂരും ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു കോളേജാണ് ഈ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ. പിന്നെ എല്ലാ കോളേജും ചൂസ് ചെയ്യുമ്പം നല്ലോണം ചിന്തിച്ചിട്ട് ചൂസ് ചെയ്യുക. കാരണം പിന്നെ നിങ്ങൾക്ക് ഈ കോളേജ് എടുത്ത് നല്ലതല്ല, ഈ കോഴ്സ് നല്ലതല്ല അങ്ങനെയൊക്കെ പിന്നെ തോന്നും. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കോഴ്സ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ചൂസ് ചെയ്യുക. എല്ലാ കോഴ്സിനെയും പറ്റി ഓൾറെഡി അറിഞ്ഞിരിക്കുക. അല്ലാതെ കോളേജിലെത്തിയിട്ട് ഇതാണോ ഈ കോഴ്സ് അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ആൻഡ് ഇതിൽ പിന്നെയും നല്ല കോളേജ് ഉണ്ട്. മുത്തൂറ്റ് ഇതുപോലെ തന്നെ ഒരു നല്ലൊരു കോളേജാണ്. മുത്തൂറ്റും KTയുടെ റാങ്കിങ്ങിൽ വന്നിട്ടുള്ളൊരു കോളേജാണ് മുത്തൂറ്റ്. അതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ അതുപോലെ KMCTയുടെ കുറച്ച് കോളേജസ് ഉണ്ട്. അവിടെ ഇതുണ്ട്, അതായത് ഗവൺമെൻറ് ഫീസ് വരുന്ന കോളേജസ് ഉണ്ട്. എല്ലാ KMCT ഇല്ല. KMCTയുടെ തന്നെ 3 കോളേജസ് ഉണ്ട്. അത് ഏതാണെന്ന് ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.